ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. അൽഹസയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അൽഹാറ എന്ന സ്ഥലത്ത് ഒരു വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു ഗുഹയുണ്ട്. അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഗുഹ അറിയപ്പെടുന്നത്. അതായത് അൽഹാറ കേവ് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ രാവിലെ 8 മണിയോടെയാണ് ദമാമിന്ന് പുറപ്പെട്ടത്. കാറിൽ നമ്മൾ പോരുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട് ദമാമിന്ന് അൽഹസയിലേക്ക് എത്താനായിട്ട്. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് റോഡിൻ്റെ 2 സൈഡിലും നിറയെ തോട്ടങ്ങളാണ് നമുക്ക് കാണാനുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്താറാവുമ്പോൾ ഇതേപോലെ റോഡിൻ്റെ 2 സൈഡിലും നിറയെ വലിയ വലിയ പാറക്കെട്ടുകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു 10:30യോടെയൊക്കെയാണ് നമ്മൾ അവിടെ എത്തിയത്. ഗുഹയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അതിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. ഇത് കാണാനായിട്ട് ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല രൂപത്തിലുള്ള പല വലുപ്പത്തിലുള്ള പാത്രങ്ങൾ, അത് ഇക്കാലത്തായാലും പണ്ട് കാലത്തായാലും അറബികൾക്കിടയിൽ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ പഴയ TV, റേഡിയോ, പിന്നെ പണ്ട് കാലത്ത് അറബികൾക്കിടയിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഒക്കെ ഇവിടെ കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗുഹ കാണാനാണ്. ഞാൻ ദമാമിൽ വന്നതിന് ശേഷം ആകെ ഒരു പ്രാവശ്യമാണ് ഈ ഗുഹയുടെ അകത്തേക്ക് ഞാൻ പോയിട്ടുള്ളത്. അതിനുശേഷം കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ തിരക്ക് കാരണം ഇതിൻ്റെ പുറത്ത് നിന്നൊന്നല്ലാതെ അകത്തേക്ക് പോയിട്ടില്ല. അന്ന് ഞാൻ കണ്ട പോലെയല്ല ഇവിടെ ഇപ്പോൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് നിറയെ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്നാക്സോ വെള്ളമൊക്കെ വേണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അന്നത്തെ കാലത്തൊന്നും ഇവിടെ അടുത്തൊന്നും ഒരു ഷോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഗുഹയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അഡൽസിന് 57 റിയാലും 13 വയസ്സിൻ്റെ താഴേക്കുള്ള കുട്ടികൾക്ക് 10 റിയാലുമാണ് വാങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോവാണ്. അവിടുന്ന് നേരെയാണ് ഗുഹയിലേക്കുള്ള വഴി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയ ഉടൻ തന്നെ ഇടതുഭാഗത്തായിട്ട് സൗദി അറേബ്യനെ കുറിച്ചും അവരുടെ പഴയ കാലഘട്ടങ്ങളെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെയുള്ള ഫോട്ടോസും അതുപോലെ പഴയ കാലത്തെ പേപ്പർ കട്ടിങ്സും ഒക്കെ അവർ പ്രദർശനത്തിന് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്നവർക്ക് കഴിക്കാനായിട്ട് അവിടെ ഈത്തപ്പഴം അതുപോലെ കാവ്യം ഒക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിനി നേരെ പോകുന്നത് ഗുഹ കാണാനാണ്. പണ്ട് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇവിടെ ആളുകൾ വന്ന് ചവിട്ടി നടക്കുന്നതിനനുസരിച്ച് പൊടി പാറിയിട്ട് ഗുഹയുടെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നല്ല പൊടി ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ അവർ ഇൻ്റർലോക്ക് ഇട്ടിട്ട് വഴിയൊക്കെ നന്നായിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്.
ശരിക്കും ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ്. ആദ്യത്തേക്കാളും നന്നായിട്ട് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഗുഹയിലേക്ക് കടക്കാനുള്ള എൻട്രൻസ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതിനകത്തേക്ക് കടക്കാനുള്ള വഴികളും ഇതിലകത്ത് നമ്മൾ നടക്കുന്ന വഴികളൊക്കെ വളരെ ഇടുങ്ങിയതാണ്. ആദ്യമൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിനുള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഇപ്പോൾ അവർ ഓരോ സൈഡിലും ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഹയല്ല. കുറേ പാറക്കെട്ടുകൾ ഒന്നായിട്ട് കൂടിച്ചേർന്ന് അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളൊരു ഗുഹയാണിത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ രണ്ട് സൈഡിലുമായിട്ട് ചെറിയ ചെറിയ ഇടുങ്ങിയ വേറെ വഴികളും ഉണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് ഈ പാറകൾ നിൽക്കുന്നത്. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇത് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മളിത് നേരിട്ട് നടന്ന് കാണുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.